എൻ്റെ പൊന്നേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളേ. ഒരാളിവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ച്. അപ്പോൾ അവനൊരു സർപ്രൈസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു കൊടുത്തിട്ടില്ല. ഇനി ആൾ എന്നെ നോക്കിയിരിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. അച്ചു അച്ചു അച്ചൂട്ടിയേ, എന്താ നോക്കിയിരിക്കണേ? ആരാ നോക്കിയിരിക്കണേ? അച്ചു എന്താ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുന്നറിയാം. പിന്നെ അവന് കൊണ്ടുവന്നേക്കണ എന്താണെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആദ്യം ഇതാണ് അവന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്ത് ഇതിൻ്റെ സ്മെല്ല് അറിഞ്ഞാലാണ് ആൾക്ക് അറിയുള്ളൂ. ഇത് കാണിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഐഡിയ നോക്കാം. ആദ്യം കാണിച്ചു കൊടുത്ത് നോക്കാം ഇവനെന്താ ചെയ്യുന്നത്. പക്ഷെ അവനറിയാം, കാണിച്ചു കൊടുത്താൽ അവനറിയാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് അറിയാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം നാളെ ഇപ്പോൾ ഞാൻ കെട്ടിയിട്ടേക്കാണ്. അപ്പം ഞാൻ കെട്ടൊന്ന് അഴിച്ച് വിടട്ടെ. എന്നിട്ട് അവൻ എന്താ കാണിക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. ഞാനിതിവിടെ മാറ്റി വെച്ചേക്കാണ്. എന്നിട്ട് അവൻ്റെ കെട്ടഴിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ട് എന്തോ ഇവളെനിക്ക് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട് 1 മിനിറ്റ്. വെയിറ്റ്. ആക്രാന്തം പാടില്ല കേട്ടോ. ഞാനിതൊന്ന് അഴിക്കട്ടെ. ഞാനിവിടെ ഇതിവനെ അഴിച്ചു. ഇവനിപ്പോൾ വെയിറ്റ് ഇവൻ പുറത്തേക്ക് നോക്കി പോകാനാണ് ഇവൻ പോണത്. എടാ അപ്പോൾ ഈ സാധനം ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്താണ് ഇവൻ്റെ എക്സ്പ്രഷൻ നോക്കാം. കിട്ടി ആൾക്ക് കിട്ടി. തരില്ല കുട്ട, തരില്ല. കണ്ടോ കൊതിമൂത്തേ. ഇതേ സാധനം ഞാനിവിടെ വെച്ചേക്കണ്ടോ. തരില്ല മോനെ, തരില്ല. കൊതി വന്നു അച്ഛന് കൊതി വന്നു. ഇത് ഇവന് വേണ്ടി മാത്രം മേടിച്ചതാണ്. ഞങ്ങളിടയ്ക്ക് ഫുഡ് ഒന്നും അവൻ്റെ മീനൊക്കെ നമുക്ക് എല്ലാ ദിവസവും മേടിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വേണം ഇടയ്ക്ക്. അപ്പോൾ മീനൊന്നും നമ്മൾ ഡെയിലി മേടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കക്കിരിയൊക്കെ കഴിക്കണുണ്ട്. അങ്ങനെ മീൻ എന്തായാലും മേടിച്ചില്ല, എന്നാൽ കിട്ടണത് കഴിക്കുക എന്നുള്ള രീതിക്ക് പിടിച്ചതാണ് കക്കിരിയുടെ അടുത്ത്. അപ്പോൾ ഞാനിതൊന്ന് ഹാഫായി കട്ട് ചെയ്യല്. അപ്പം ഞാൻ ഹാഫാക്കി കട്ടാക്കിയിട്ടുണ്ട്. ഇതിവന് എടാ നിനക്കിത് അതേനാ ഇത്. അവനെ അത് മേടിക്കാൻ നോട്ടം. ഇത് ഇനി ഇവൻ്റെ കൊതി കാണാം. എന്നാ പിടിച്ചോ എന്താടാ കൊതി വരുന്നല്ലോ, അച്ഛന് കൊതി വരുന്നല്ലോ. എന്നാ വിടറാ. എൻ്റെ പൊന്നേ, ഇതെന്താടത്? വിടറാ. ഇതേപോലെ ഞാൻ ദേഷ്യം പിടിപ്പിക്കുകയാണ്. എന്താ കാണിക്കണേ നോട്ടെ. ദേഷ്യം പിടിക്കണ കിട്ടണ കടി അങ്ങ് കടിക്കണ്ടേ. വിടറാ എൻ്റെ പൊന്നേ. എന്നാ കടിച്ചോ. അവന് ദേഷ്യം വന്നു. എടാ ഞാൻ കൊണ്ടുപോയില്ല, നീ അങ്ങോട്ട് മാറിക്കിടെ എന്തിനാണ്? ഞാൻ തിന്നെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുകയാണേ. എന്നാ കൊതി കൂടി. അത് മുഴുവൻ കംപ്ലീറ്റ് തിന്നെ എൻ്റെ അച്ചു. ഇതാ കഴിച്ചോളൂ. കക്കിരിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. കക്കിരി എന്തോരം വേണേലും കഴിച്ചോളൂ. വേണ്ട. എന്നാ സ്റ്റൈല്. കണ്ട കഴിക്കണ സ്റ്റൈല് നോക്ക്. കണ്ട മണ്ടനെ ഞാൻ പറ്റിക്കുകയാണ്. കെട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇപ്പോൾ അതേ വരുന്നു. ഇതങ്ങനത്തെ ഒരു പൂച്ച. ഇവന് കെട്ടിയിട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊന്ന് പുള്ളിക്ക് പുറത്ത് പോകണം. അപ്പം നമുക്കിവിടെ കെട്ടിയിടുന്നതിൻ്റെ ഒരു സങ്കടമൊന്നുമില്ല. എന്നാലും ഇടയ്ക്കൊന്ന് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അത് ഞങ്ങൾ പയ്യെ പരിഗണിക്കാമെന്ന് വിചാരിച്ച് നിൽക്കണു അല്ലേ. ഇനി ഒരു ബായ് കൊടുത്തേ. ഇത് മുഴുവൻ കഴിക്കുന്നോളം വരെ നിൽക്കാൻ പറ്റില്ല. ഒരു ബായ് കൊടുത്തേ അച്ചു. ബായ്. അടച്ചുപിടിക്കുക. ബായ് പറ. ഞാൻ മാറ്റി അന്വേഷിച്ചു. എവിടെ പോയത്? ബായ് പറ. ബായ്. ഇത് വേറൊരു സ്പൈഡർമാൻ.
ബൈ സേ ബൈ. ബൈ പറ, ദേ ബൈ പറ. ഇല്ല, അത് അന്വേഷിക്കണം എൻ്റെ ഇതിനാണ്. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.